ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കൾക്കൊക്കെ സുഖമല്ലേ? നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച പഠിച്ച പാഠം എന്തായിരുന്നു? സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയാണ് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച പഠിച്ചത്. നമുക്ക് ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഈ ക്ലാസ് ആരംഭിക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഭക്തിപൂർവം പ്രാർത്ഥന ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠം 15 അവസാനത്തെ പാഠമാണ്. ആ പാഠത്തിന്റെ പേരെന്താ? സ്വർഗം ദൈവത്തിന്റെ ഭവനം. സ്വർഗം എന്ന് പറഞ്ഞാല് അതെന്താണ്? ദൈവത്തിന്റെ ഭവനം എന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ ഭവനമായ സ്വർഗത്തിൽ പോകാൻ നാം എന്ത് ചെയ്യണം? നമ്മൾ നന്മ ചെയ്യണം. നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ പേരൻസ്? നന്മ ചെയ്താൽ സ്വർഗത്തിൽ പോകും, തിന്മ ചെയ്താൽ നരകത്തിൽ പോകുമെന്ന്. പ്രിയപ്പെട്ട കുട്ടികളെ, സ്വർഗത്തില് ആരൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. പിതാവായ ദൈവം, പുത്രനായ യേശു, പിന്നെ പരിശുദ്ധാത്മാവ്, പ്രാവിന്റെ രൂപത്തിലുള്ള പരിശുദ്ധാത്മാവ്, പിന്നെ വിശുദ്ധര്, വിശുദ്ധ പിതാവ്, പരിശുദ്ധ അമ്മ, നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധര്, പിന്നെ കാവൽ മാലാഖമാര്, പിന്നെ ആരൊക്കെയുള്ള നമ്മുടെ മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവര് സ്വർഗത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് സ്വർഗത്തോടൊപ്പം ഒരു നൃത്തം ആലപിച്ച് സന്തോഷിച്ചാലോ? ഈശോ നൽകിയ ആകാശ വീട്ടിൽ ആരൊക്കെ താമസം ഉണ്ണിക്കുട്ട. ഈശോ നൽകിയ ആകാശ വീട്ടിൽ ആരൊക്കെ താമസം ഉണ്ണിക്കുട്ട. ആരൊക്കെ താമസം ഉണ്ണിക്കുട്ട. സൂര്യനപ്പച്ചൻ നടുവിലിരിപ്പു, അമ്പിളി മാമൻ പുഞ്ചിരി തൂകി. അരികിലിരിപ്പു അമ്പമ്പു, അരികിലിരിപ്പു അമ്പമ്പു. ഈശോ കാക്കുന്ന സുന്ദര ഭൂമിയിൽ എന്തെല്ലാം കാഴ്ചകൾ ഉണ്ണിക്കുട്ട. ഈശോ കാക്കുന്ന സുന്ദര ഭൂമിയിൽ എന്തെല്ലാം കാഴ്ചകൾ ഉണ്ണിക്കുട്ട. എന്തെല്ലാം കാഴ്ചകൾ ഉണ്ണിക്കുട്ട. പാടിപ്പറക്കുന്ന പക്ഷികളുണ്ട്, പുഞ്ചിരി തൂകുന്ന പൂവുകളുണ്ട്. എന്തു രസമാണയ്യ, എന്തു രസമാണയ്യ. ഈശോ തന്നൊരു സ്വർഗീയ വീട്ടിൽ ആരൊക്കെ താമസം ഉണ്ണിക്കുട്ട. ഈശോ തന്നൊരു സ്വർഗീയ വീട്ടിൽ ആരൊക്കെ താമസം ഉണ്ണിക്കുട്ട. ആരൊക്കെ താമസം ഉണ്ണിക്കുട്ട. ഒത്തിരി സ്നേഹിക്കും അപ്പച്ചനുണ്ട്, അമ്മിഞ്ഞ നൽകുന്ന അമ്മച്ചിയുണ്ട്. അപ്പൂപ്പനുണ്ട്, അമ്മൂമ്മയുണ്ട്, കുഞ്ഞച്ചിയുണ്ട്, ചേട്ടനുണ്ട്. എല്ലാം നൽകിയ ഈശോനാഥനെ പാടി സ്തുതിക്കാം ഉണ്ണിക്കുട്ട. എല്ലാം നൽകിയ ഈശോനാഥനെ പാടി സ്തുതിക്കാം ഉണ്ണിക്കുട്ട. പാടി സ്തുതിക്കാം ഉണ്ണിക്കുട്ട.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലാണ് അങ്ങനെ പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? നമ്മളിവിടെ ചെയ്യുന്ന ഓരോ നല്ല പ്രവൃത്തികൾക്കും ഈശോ അവിടെ നമുക്ക് വേണ്ടി ഒരു ഭവനം പണിയുകയാണ്. അത് നല്ല പോലെ നന്മ പ്രവൃത്തികൾ ചെയ്യുന്നവരുടെ വീട് വലിയ മാളിക പോലെ ആയിരിക്കും. നമ്മൾ കൊച്ചു കൊച്ചു നന്മ പ്രവൃത്തികൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. കൂടുതൽ തിന്മകളാണ് ചെയ്യുന്നതെങ്കിൽ ചെറിയ കുടിൽ പോലെ ആയിരിക്കും. ഇവിടെ കണ്ടില്ലേ ഒരു കുടില്, അതേപോലെ കൊച്ചു കുടിലായിരിക്കും. ഇനി നല്ലപോലെ നന്മ പ്രവൃത്തികൾ ചെയ്യുന്നവരുടെ വീട് കൊട്ടാരം പോലെയായിരിക്കും. അപ്പം നമുക്ക് ചിന്തിക്കാം, തീരുമാനിക്കാം, നമുക്ക് എങ്ങനെയുള്ള വീടാണ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കിട്ടേണ്ടതെന്ന് നമുക്ക് തീരുമാനിച്ച് കൂടുതൽ നന്മ പ്രവൃത്തികൾ ചെയ്യുന്ന മക്കളായി നമുക്ക് മാറാം. സ്വർഗത്തിൽ ഉള്ള നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധരുടെ പേരുകൾ നിങ്ങൾ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതുക എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ വെളിച്ചത്തിലുള്ള നിങ്ങളുടെ ഹോംവർക്ക്. സ്വർഗത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. സ്വർഗത്തിൽ പോകാനായിട്ട് നമ്മൾ നന്മ പ്രവർത്തികൾ ചെയ്യണമെന്ന് പഠിച്ചു. പിന്നെ സ്വർഗത്തിലുള്ള നമ്മുടെ കൂട്ടുകാരായ വിശുദ്ധരുടെ പേരുകളും നിങ്ങൾ എഴുതി വെച്ച് നമുക്ക് ഒരുമിച്ച് സിസ്റ്ററിനും നിങ്ങൾക്കും എല്ലാവർക്കും സ്വർഗത്തിൽ പോകണമെന്ന ലക്ഷ്യം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. താങ്ക് യു. ഈശോയുടെ കൂടെ ഒരു ഡാൻസ് കൂടി കളിച്ചിട്ട് നമുക്ക് പിരിയാട്ടോ. യേശുവിൻ നോമന പൈതലാണു നീ.